ഹൂത്തി സ്പോക്ക് പേഴ്സണായ യഹ്യ സാരെ അധീന പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഏലിയാത്തിലേക്കും തുറമുഖത്തിലേക്കും ഡ്രോൺ ആക്രമണം നടത്തിയത് തങ്ങളാണ് എന്ന് സ്ഥിരീകരിച്ച് രംഗത്ത് വരിക കൂടി ചെയ്തതോടെ സ്ഥിതി കലുഷിതമായിരിക്കുകയാണ്. നമ്മളെല്ലാവരും കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഈ ലോകം തന്നെ കരുതിയിരുന്നത്, ഹൂത്തികൾ ചെങ്കടലിൽ പോകുന്ന കപ്പലുകളിലേക്ക് മാത്രമേ ആക്രമണം നടത്തൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. വേണ്ടി വന്നാൽ ഇസ്രായേലിലേക്കും ആക്രമണം വ്യാപിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനമായി ഹൂത്തികളുടെ ഈ നീക്കത്തെ കാണാമെന്നാണ് ഉയരുന്ന വിലയിരുത്തലുകൾ. ഇന്നലെ 20,000-ഓളം വരുന്ന ഹൂത്തികൾ സായുധ പ്രകടനം നടത്തിയിരുന്നു. ഏതാണ്ട് 15 ദിവസത്തോളം മിസൈലുകളും അതുപോലെ തന്നെ തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെയായി സായുധ പരിശീലനം നേടിയ 20,000-ലധികം ആളുകൾ ഒരു വലിയ പരേഡ് യമനിൽ നടത്തിയിട്ട് അതിന്റെ വീഡിയോ ലോകത്തിന് നൽകിയിരുന്നു, അല്ലെങ്കിൽ ലോകത്ത് പ്രദർശിപ്പിച്ചിരുന്നു. അതിലൊക്കെ പങ്കെടുത്തവർ പറഞ്ഞത്, ഞങ്ങൾ ഗസയ്ക്കൊപ്പം ഏതറ്റം വരെയും പോകും, ഇസ്രായേലിനെതിരെ ഞങ്ങൾ ശക്തമായി നിലപാടെടുക്കുമെന്നായിരുന്നു.